ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എൻ്റെ ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലെയും എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. ഈ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് വളരെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്. ആദ്യമായിട്ട് ഇത് എൻ്റെ അടുത്ത നാട്ടിൽ മണ്ണാട്ടിക്കവല എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ ഇന്നലെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെയും അനീഷിനെയും ആദരിച്ചുകൊണ്ട് തന്ന മൊമെൻ്റോവാണിത്. 2025 വിട പറയുമ്പോൾ നമുക്ക് എന്നും ഓർത്തു വയ്ക്കുവാൻ ഈ ഒരു ഗിഫ്റ്റ് ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടുകയാണ്. അതോടൊപ്പം തന്നെ 2025 പോയ വർഷത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, 2025 തുടക്കം മെയ് മാസത്തിൽ വളരെ മാനസികമായും ശാരീരികമായിട്ടും വളരെ ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ച ഒരു സമയമായിരുന്നു. അവിടുന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്കൊരു പുതിയൊരു ഫേസ്ബുക്കിലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എവിടെയാണെങ്കിലും എനിക്കൊരു പുതിയൊരു കയറ്റം ഉണ്ടാവുന്നോ, കാര്യം എനിക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ടാവുന്നോ ഒന്നും ഞാൻ വിചാരിച്ചല്ല. സോഷ്യൽ മീഡിയയിൽ ഇത്ര ഒരു സ്ഥാനം എനിക്ക് കിട്ടുന്നുള്ളത് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഒരു വെറും ഒരു ചെറിയ ചെറിയ വീഡിയോയിലൂടെ വന്നാണെങ്കിൽ പോലും അത് എല്ലാവരും എന്നെ കാണുകയും ഏറ്റെടുക്കുകയും ഇന്ന് എവിടെ കണ്ടാലും എൻ്റെ അടുത്ത ടൗണിലേക്ക് ഞാൻ പോകുമ്പോഴും എന്നെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ വരാറുണ്ട്. അതൊക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരു പരിചയം കൊണ്ടാണ്. അപ്പോൾ അതൊന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒത്തിരി അനുഭവങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിനൊന്നും വിലമതിക്കാനാവില്ല എത്ര പറഞ്ഞാലും. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയാം. നമുക്ക് ഓർത്തു വെക്കാനുള്ള ഒരു അംഗീകാരമാണ് അതൊക്കെ. അപ്പോൾ പോയ വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടകരമായ തുടക്കം, അതിനുശേഷം എനിക്കെല്ലാം ചെറിയ ചെറിയ കയറ്റങ്ങൾ തന്നെയാണ്, സന്തോഷത്തിൻ്റെ ഓരോ നിമിഷങ്ങളാണ്. അപ്പം വളരെ ചുരുക്കത്തിലാണെങ്കിൽ പോലും ഒരു 2 വാചകം പറഞ്ഞുകൊണ്ട് ഈ പുതിയ വർഷത്തെ ഞാൻ വരവേൽക്കുകയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒന്നും കൂടെ പുതിയൊരു വർഷം ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ.